ഈ ഒരു പ്രതിഭാസത്തിനെ ഹിസ്റ്റീരിക്കൽ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയും. അതായത് മനോജന്യ ശ്വാസം മുട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിന് ഒരു സമ്മർദ്ദം വരുമ്പോൾ അത് പലരിൽ പല രൂപത്തിലാണ് പ്രകടമാവുന്നത്. ചിലരിൽ അത് വൈകാരിക ലക്ഷണങ്ങളായിട്ട് കരച്ചിലായിട്ടും ദേഷ്യമായിട്ടും ഒക്കെ പ്രകടമാകാം. മറ്റ് ചില വ്യക്തികളിൽ അത് ശാരീരിക ലക്ഷണങ്ങളായിട്ടായിരിക്കും പ്രകടമാവുന്നത്. സൊമറ്റൈസേഷൻ എന്ന് നമ്മൾ പറയും. ഇത് അത്തരത്തിലുള്ളൊരു സൊമറ്റൈസേഷൻ്റെ ലക്ഷണമാണ്. മാനസിക സമ്മർദ്ദം വാക്കുകൾ കൊണ്ടൊന്നും പ്രകടിപ്പിക്കാതെ വരുമ്പോൾ അത് ചില ശാരീരിക ലക്ഷണങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണിത്. അപ്പോൾ ഈ ഹിസ്റ്റീരിക്കൽ ഹൈപ്പർ വെന്റിലേഷൻ്റെ ഒരു പ്രശ്നം, ഇങ്ങനെ നമ്മൾ ശ്വാസം വളരെ വേഗത്തിൽ വലിച്ചു വിടുമ്പോൾ ശരീരത്തിൽ നമുക്കറിയാം ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ഒക്കെ നിശ്ചിതമായ അളവിൽ ശരീരത്തിനുള്ളിൽ വേണം. ഈ കാർബൺ ഡയോക്സൈഡിന് പ്രധാനപ്പെട്ട ഒരു ധർമ്മം നിർവഹിക്കാനുണ്ട്. ബൈകാർബണേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലവണ വ്യവസ്ഥിതിയിലൊക്കെ ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു വാതകത്തിന് ഒരു നിശ്ചിതമായ പങ്ക് വഹിക്കാനുണ്ട്. ഇപ്പോൾ ശരീരത്തിലെ ഈ കാർബൺ ഡയോക്സൈഡ് പൂർണ്ണമായിട്ടും ഇങ്ങനെ വാഷ് ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ലവണ വ്യവസ്ഥിതിയിൽ ചില തകരാറുകൾ വരും. അങ്ങനെ വരുമ്പോൾ ചില പ്രത്യേക തരത്തിലുള്ള ലവണങ്ങൾ, കാൽസ്യം, അങ്ങനത്തെ സംഗതികൾ, ബൈകാർബണേറ്റ്, ഇത്തരം ചില സംഗതികളുടെ അളവിൽ വ്യത്യാസം വരുമ്പോഴാണ് ഈ ടെറ്റനി എന്ന് പറഞ്ഞ അവസ്ഥ, അതായത് പേശികളിങ്ങനെ വലിഞ്ഞു മുറുകി കൈയൊക്കെ ഇങ്ങനെ കോടിപ്പോകുന്ന പോലത്തെ ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം സംജാതമാകുന്നത്. പലപ്പോഴും ഈ ഹൈപ്പർ വെന്റിലേഷൻ അങ്ങ് മാറിക്കഴിയുമ്പോൾ ഈ ടെറ്റനി എന്ന് പറയുന്ന അവസ്ഥയും സ്വാഭാവികമായിട്ട് മാറുകയും ചെയ്യും.